അപ്പോൾ നൈനൂസ് എന്തായാലും ഭയങ്കര ഹാപ്പിയായി ഇതൊക്കെ കണ്ടു. ഡയറക്റ്റ് ഒരു ഭയങ്കര മൂർച്ചയുള്ള ഷാർ കോളേജോ അങ്ങനെ എന്തോ ഒരു ടീം അതിപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പെയിൻറ്റ് കൂടി ചെയ്യാൻ നൈനൂസിൻ്റെ ഫോട്ടോ വരച്ച് കൊണ്ടുവന്ന് തന്നു. പറഞ്ഞിട്ട് ഒരുപാട് ഓഫറൊക്കെ കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് നൈനൂസിന് ഒരു ചെറിയൊരു റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് A1 കോസ്റ്റ്യൂം. നമ്മുടെ MG റോഡിനടുത്ത് വളഞ്ഞമ്പലം അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ഇത് 2-3 നിലയോളം ഫുള്ള് ഈ റെൻറ്റിൻ്റെ സാധനങ്ങളാണ്. എന്ത് രസമാണെന്ന് അറിയാൻ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും, നിങ്ങൾക്ക് റെൻറ്റിന് വേണ്ടത്. അപ്പം ഞങ്ങളിപ്പോൾ നൈനൂസിന് ഒരു ഗോൾഡൻ കളർ സാരിയും ഒരു തൃശ്ശൂലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിൻ്റെ പ്ലാനാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അല്ലാത്തവർ അടുത്ത റീല് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അടുത്ത് തന്നെ റീൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നൈനൂസ് എന്തായാലും ഭയങ്കര ഹാപ്പിയായി ഇതൊക്കെ കണ്ടപ്പോൾ. എല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് കളിക്കാൻ തുടങ്ങി. 1000 രൂപയാണ് ഞങ്ങൾക്ക് എല്ലാം കൂടി റെൻ്റായത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഈ ഒരു പച്ചകുത്ത് എന്ന് പറഞ്ഞ് സെലിബ്രിറ്റീസിൻ്റെ മെയിൻ സ്ഥലമാണിത്. പച്ചകുത്ത് സെലിബ്രിറ്റീസ് ഒരുവിധ നിങ്ങളിവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ കാണാൻ പറ്റും. പച്ചകുത്ത് സെലിബ്രിറ്റീസ് ഒരുവിധ എല്ലാ പച്ചകുത്തലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ നിക്കൂസിന് ഒരു ചെറിയൊരു കാത് മേലെ ഒരു കാത് കുത്തുക, സെക്കൻഡ് സ്റ്റഡ് അല്ല, ഇത് സാധനത്തിന് എന്താ പറയുക എനിക്കറിയില്ല, മുകളിൽ കുത്തുന്ന ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. കുറേ കാലമായി ഇത് ചെയ്യണം എന്നിട്ട് കരയുന്നു. ഡയറക്റ്റ് ഒരു ഭയങ്കര മൂർച്ചയുള്ള ഷാർപ്പായിട്ടുള്ള ഒരു സംഭവം എടുത്തിട്ട് ഡയറക്റ്റ് കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ നിക്കു പറഞ്ഞത് മൂക്കുത്തി കുത്തുന്നതിനേക്കാളും മൂക്കുത്തി ഗൺഷോട്ട് ആയിരുന്നില്ല, ഡയറക്റ്റ് കുത്തുമായിരുന്നു ചെയ്തത്. അതിനേക്കാളും അത്രയൊന്നും വേദന ഉണ്ടായില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും പുള്ളിക്കാരി അത് ചെയ്തു. ഒരുപാട് കാലമായി ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ വേദനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അവിടെ കുത്തുന്നത് ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ ആരോ ഏതൊരു നമ്മുടെ ഇവിടെ താമസിക്കുന്ന ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ആണ് പറഞ്ഞത് ഇന്നപോലെ ഈ സ്ഥലത്ത് പോയാൽ മതി, അവിടെ എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്, അത് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് ചെയ്യുന്നൊക്കെ. അങ്ങനെ അവിടെ പോയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്തു. നൈനൂസിന് ഭയങ്കര സങ്കടമായിരുന്നു അമ്മയുടെ മുഖം കണ്ടപ്പോൾ. അപ്പോൾ നൈനൂസ് കരയാതിരിക്കാൻ വേണ്ടിയും നിക്ക് കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നൈനൂസിന് അമ്മയുടെ ഫേസ് എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര. എങ്ങനെയാണ് ഗൈസ്, നിങ്ങൾക്കും ഇതുപോലുള്ള കാതുകുത്താനൊക്കെ ഇഷ്ടമുള്ളവരാണോ അല്ലെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടാത്തവരാണോ? അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ്. സെൻട്രൽ സ്ക്വയർ മാൾ കൊച്ചി ഒരുപാട് മാറി ഗൈസ്, ഒരുപാട് മാറി. കാരണം ഇവിടെ ഒരുപാട് പുതിയ സംഭവങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് മുന്നത്തെക്കാളും. ഇവിടെ ഇപ്പോൾ ഇതൊരു കോളേജ് നടത്തുന്ന എക്സിബിഷൻ സംഭവമായിരുന്നു. MM എന്തോ ആർക്കിടെക്ചർ കോളേജോ അങ്ങനെ എന്തോ ഒരു ടീം അതിപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഫേസ് പെയിൻറ്റിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫേസ് പെയിൻറ്റൊക്കെ ചെയ്ത് തരുന്നുണ്ട്. 50 രൂപയാണ് വരുന്നത്. മറ്റുള്ള എക്സിബിഷൻ്റെ സാധനങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം കണ്ടു. അതൊക്കെ വളരെ ചെറിയ റേറ്റിനാണ് അവർ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ദം ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. ദം ബിരിയാണിയും നിക്കി ബർഗറും കഴിച്ചു. ഇവിടുത്തെ ബർഗർ ഭയങ്കര സ്പെഷ്യലാണ്, നിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എപ്പോഴും ഹോട്ട് ബോക്സിലെ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ നൈനൂസും ഒരു ബിരിയാണി വാങ്ങി ഷെയർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ എക്സിബിഷൻ്റെ അവിടത്തേക്ക് തന്നെ പോയി. കാരണം നൈനൂസിന് ഭയങ്കര സങ്കടമായി, ഫേസ് പെയിൻറ്റ് മാഞ്ഞു പോയി. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫേസ് പെയിൻറ്റ് കൂടി ചെറുതായിട്ടൊന്ന് ലവോടെ ചെറിയ കുത്തുള്ള ഒരു ചെറിയൊരു ഫേസ് പെയിൻറ്റ് കൂടി ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോയി. കാരണം ഫേസ് പെയിൻറ്റ് മറ്റേ ആദ്യം ചെയ്ത ഫേസ് പെയിൻറ്റ് മാഞ്ഞു പോയപ്പോൾ നൈനൂസിന് ഭയങ്കരമായിട്ട് സങ്കടമായിരുന്നു. ഫേസ് പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 1-2 പ്രോഡക്റ്റ് അവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി. അവിടെ ഉള്ള ഒന്ന് വെയിലൊക്കെ അടിക്കുമ്പോൾ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല ഒരു സഞ്ചി കൊണ്ട് ഗ്ലെയർ അടിക്കുന്ന ഒരു സാധനം. പിന്നെ ഈ ഒരു സംഭവം ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി, നല്ല സംഭവമായിരുന്നു. അതിനുശേഷം അവിടെയുള്ളൊരു ചേട്ടൻ നൈനൂസിൻ്റെ ഫോട്ടോ വരച്ച് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ വരച്ചു ചേട്ടൻ. നൈനൂസിന് ശരിക്കും ഭയങ്കര ഹാപ്പിയായി, അതിശയമായി. എങ്ങനെ ഇത് വരച്ചത്, എപ്പോഴാണ് വരച്ചതെന്നൊക്കെ ഉള്ള ചോദ്യമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ താഴോട്ട് നോക്കുമ്പം കണ്ടത് സെൻട്രൽ സ്ക്വയർ മാളിൻ്റെ മാറ്റാണ് കണ്ടത് ഗൈസ്. ഈ പ്ലയാസ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം വന്നതോടുകൂടി സെൻട്രൽ സ്ക്വയർ മാളിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറി. 2 ഫ്ലോർ നിറയെ ഈ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളാണ്. അവിടെയാണെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് സംഭവങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഓണായിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പം ഒരുപാട് സംഭവങ്ങൾ പുതിയത് വരുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം അവിടെ നിന്ന് ഇപ്പോൾ ദീപാവലിയുടെ ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. എത്രയോ ഗെയിം, അതായത് 2300 രൂപ എടുത്തു കഴിഞ്ഞാൽ 3000 രൂപക്ക് കളിക്കാമെന്നും അതിനുശേഷം 2-3 ഗെയിം എക്സ്ട്രാ ഫ്രീ ആണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫറൊക്കെ കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നൈനൂസിന് വേണ്ടിയിട്ട് ഒരു കാർഡ് റീചാർജ് ചെയ്ത് പുതിയൊരു കാർഡ് എടുത്തു. അപ്പോൾ നല്ല ഭയങ്കര വേർത്തായിട്ട് തോന്നി. പക്ഷെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഗെയിമുകളൊക്കെ കളിക്കാൻ അമ്മക്കും ഉള്ളിലേക്ക് കയറാം. കുട്ടിയുടെ കൂടെ അമ്മയോ ആരെങ്കിലും
ഒരു ലേഡീസിനും കൂടി ഉള്ളിലേക്ക് കയറും. അത് വളരെ സേഫായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചില സ്ഥലത്തൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള ഗെയിമൊക്കെ കാണാറുണ്ട്. അത് കഴിഞ്ഞ് നേരെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി നോക്കുമ്പോൾ അവിടെ കൊക്കോമെലൻ, അതാണെങ്കിൽ അതിലും വേറെ കിഡ്സിനെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഒരു സംഭവം. നൈനൂസിൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. കൊക്കോമെലിനെ കണ്ടതിന് ശേഷം പിന്നെ നൈനൂസ് വേറെ ലെവലായി ഹാപ്പിനെസ്. സാധാരണ സെൻട്രൽ സ്ക്വയറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ചായ കിട്ടാൻ പുറത്തേക്ക് പോകേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതിപ്പോൾ നോക്കുമ്പം എൻട്രി ഗേറ്റിൻ്റെ അവിടെ തന്നെ നല്ലൊരു ടീ ഷോപ്പും കൂടി ഇവർ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു നല്ല സംഭവമായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു കാലി ചായ കുടിച്ച്. കാലി ചായ അല്ല കേട്ടോ, അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കേക്ക് ആയി കഴിഞ്ഞാലും ബിസ്ക്കറ്റ് ആയി കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബൈ ഗൈസ്, വീട്ടിലേക്ക് പോവുകയാണ്.